നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന NH66 കോഴിക്കോട് നിന്ന് വരുന്ന വഴിയിൽ നിന്ന് പല സംഭവങ്ങളും ഉണ്ടായതും അതുപോലെ അവിടെയുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചു തരുന്നത്. ഇപ്പോൾ NH66 കുറിച്ചിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, ഇടിഞ്ഞു വീണു, അങ്ങനെ പല പ്രശ്നങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അത് നിസാര കാര്യങ്ങളാക്കിയിട്ട് അതിനെ നമ്മൾ വലിയൊരു സംഭവമാക്കി മാറ്റരുത്. കാരണം വെച്ചാൽ നമ്മളെ നാട്ടിലെ വലിയൊരു സംഭവം അതിനെ നമ്മൾ വലുതാക്കി കാണിക്കുക തന്നെ വേണം. കാരണം വെച്ചാൽ അല്ലാതെ റോഡ് നാശമായി എന്ന് പറഞ്ഞത് പല സ്ഥലങ്ങളിലും പല നാട്ടിലും ഈ റോഡൊക്കെ പൊളിയും അതും ഇതൊക്കെ ഉണ്ടാവുന്നുണ്ട്, പാലങ്ങൾ ഇടിയുന്നു, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ അതൊക്കെ നമ്മൾ അവിടുത്തെ ഗവൺമെൻറ് അതിനെ മൂടി വെച്ച് അത് വൃത്തിയായി അതിൻ്റെ പണി കഴിച്ച് അത് വീണ്ടും അവർ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ നമ്മളവിടെ അങ്ങനെയല്ല. നമ്മളവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവാൻ കാത്തിരിക്കണം, അതിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ പൊങ്കാലിടാനും അതിൻ്റെ പിന്നാലെ നടക്കാനും. കാരണം ഇത്തരത്തിലൊരു റോഡ് പണിത് നമ്മളെ ഒരു സുഖകരമായ യാത്ര എന്ന് വെച്ചാൽ എന്താ രസം എന്നറിയും. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു 95% ഇവിടെയൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി സീറ്റ് ലൈറ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പോൾ അതൊക്കെ എന്താ സുഖം എന്നറിയാം യാത്ര ചെയ്യാൻ. പിന്നെ പല സ്ഥലങ്ങളിലൊക്കെ സിഗ്നലും കാര്യങ്ങളൊക്കെ അവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ വർക്ക് കഴിയാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ മഴക്കാലമൊക്കെ ആകുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിലും വെള്ളം തൂങ്ങി നിൽക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളെ നാട്ടിൽ വെള്ളം സ്വാഭാവികമായിട്ടും മഴയും വെയിലും ഒക്കെ ഉള്ള നാടാണ് നമ്മളത്. അപ്പോൾ അവിടെ പല ബുദ്ധിമുട്ട് കുറച്ച് സമയങ്ങളോളം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അത് ആ വെള്ളം മഴ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിനോട് അത് വിട്ട് നോർമൽ നല്ല ഒരു സിറ്റുവേഷനിലേക്ക് എത്തും. അതാണ് നമ്മളവിടെ സ്വാഭാവികമായിട്ടും എവിടെയും മഴ പെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവാൻ സാധ്യത ഉള്ളത്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ചില സിഗ്നലും കാര്യങ്ങളൊക്കെ അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ സിഗ്നലും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് നോക്കിയിട്ട് വണ്ടി നമ്മൾ സർവീസ് റോട്ടിലേക്ക് ഇറക്കുക. അതുപോലെ സർവീസ് റോട്ടിൽ നിന്ന് കയറാനുള്ള അതൊക്കെ ഓരോ സെപ്പറേറ്റ് യെല്ലോ മാർക്ക് ആദ്യം കാണും. അതിൻ്റെ ശേഷം നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരോ മാർക്ക് ഉണ്ടാവും. നമുക്ക് പുറത്ത് പോകാനാണെങ്കിൽ ഏരോ ഇങ്ങനെ പുറത്തേക്ക് ഏരോ ഇട്ട് വെച്ചിട്ടുണ്ടാവും. പിന്നെ അകത്തേക്ക് വരാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ സർവീസ് റോഡിൽ നിന്ന് വരുമ്പോൾ നമുക്ക് സർവീസ് റോഡിൽ നിന്ന് ഉള്ളിലേക്കുള്ള ഏരോ മാർക്ക് കാണും. അപ്പോൾ അതിൽ കൂടെ തന്നെ കയറുക, അല്ലാന്നുണ്ടെങ്കിൽ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. പിന്നെ പുതിയ റോഡായതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ വർക്ക് കഴിയാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് വണ്ടികൾ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇപ്പം നമ്മൾ അപ്പുറത്ത് കൂടെ അല്ലേ വണ്ടി പോകണമെന്ന് വെച്ചിട്ട് നമ്മൾ ഈ സൈഡ് അടി പിടിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് വണ്ടികൾ വരും. പിന്നെ ബൈക്കുമ്മലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ടില്ലേ, നമ്മളൊക്കെ അത്യാവശ്യം ആണ്. അപ്പോൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു വണ്ടി കണ്ടില്ലേ, ആ വണ്ടി തന്നെ നമ്മളുടെ മുന്നിലേക്ക് വരുന്നത് വണ്ടികളൊക്കെ തിരിച്ചു വരൽ തുടങ്ങി. അപ്പോൾ എന്തോ ഒരു സംഭവം ഒന്നെങ്കിൽ ആ റോഡിൽ സംഭവിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഈ റോഡിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് ചില വണ്ടികൾ ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വണ്ടികൾ അങ്ങോട്ട് പോവില്ല. എനിക്ക് തോന്നുന്നത് ആ കാണുന്ന കാഴ്ചപ്പാടിൽ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ ഇതുപോലെ തന്നെ ഈ NH വീഡിയോസും അതുപോലെ പല മിക്സഡ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ നമ്മളെല്ലാ വീഡിയോസും നമ്മൾ ചാനലിൽ ഇടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പോണ പോക്കിൽ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് അകലുന്നതിനെ കാണുന്നുണ്ട് റോഡ് ബ്ലോക്കായിട്ടത്. നിങ്ങൾക്ക് വീഡിയോയിലായതുകൊണ്ട് മനസ്സിലാവണില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ ഒന്നും കൂടി അടുത്ത് ചെന്നിട്ട് കാണിച്ചു തരാം. അവിടെ എന്തോ ഒരു ബ്ലോക്കാണോ എന്താണെന്ന് അറിയില്ല. വ്യക്തമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അടുത്ത് പോയി നോക്കുക തന്നെ വേണം. അപ്പോൾ എന്തായാലും നമ്മൾ അതിൻ്റെ അടുത്ത് പോയി നോക്കാം എന്താണ് സംഭവം എന്ന് അറിയണ്ടേ. ഇവിടെ പാലത്തിന് എന്തെങ്കിലും സംഭവിച്ചതാണോ എന്താണെന്ന് അറിയില്ല. ചിലപ്പോൾ ഇവിടെ വർക്ക് നടക്കുന്നതുകൊണ്ട് പോക്കറ്റ് റോഡിലേക്ക് വണ്ടികൾ തിരിച്ചു വിടാറുണ്ട്. ഇതിപ്പോൾ എല്ലാ വണ്ടികളും തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. താഴ്ഭാഗത്തേക്ക് നമ്മൾ ഈ പോക്കറ്റ് റോഡ് പോലത്തെ ഒരു സ്ഥലത്തേക്ക് അവിടുന്ന് വണ്ടികളൊക്കെ ഇറക്കി വിടുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവം എന്നൊക്കെ ഒരു പിടുത്തം കിട്ടണില്ല കേട്ടോ. ഞാനിതേപോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വണ്ടി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി ഫ്രണ്ടിലേക്ക് പോയിട്ട് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് കാണാനുള്ളൊരു ഒരു ആകാംക്ഷ എന്താണെന്നുള്ളത്. കാരണം വെച്ചാൽ നമുക്ക് ഈ വഴി നേരെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഇപ്പോൾ എന്തായാലും എനിക്ക് നിൻ്റെ നാട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ട് കാണണമെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.